ഹായ് ഫ്രണ്ട്സ്, ഹെൽത്തി ഫുഡിലേക്ക് സ്വാഗതം. ഇന്നൊരു കാരക്ക അച്ചാറാണ്. ഇതൊരു 250 ഗ്രാം കാരക്കയാണ്. അത് അരമണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് കഴുകി വാരി എടുത്തതാണ്. അതൊന്ന് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് അധികം ഓവർ ഞവണ്ടാതെ ജസ്റ്റ് ഒന്ന് ഞവണ്ടുക. എന്നിട്ട് അതിൽ കുരുകളൊക്കെ മാറ്റി വയ്ക്കുക. അധികം ഞവണ്ടരുത്, ചെറുതായിട്ടൊന്ന് പൊട്ടണ പോലെ ഒന്ന് ഞവണ്ടി എടുക്കുക. എന്നിട്ട് കുരുകളൊക്കെ മാറ്റി ഒരു സൈഡിലേക്ക് മാറ്റിയെടുത്ത് വയ്ക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കമൻറ്റ് ബോക്സിൽ ഒരു ചെറിയ കമൻ്റ് എങ്കിലും ഇടണേ. ഇനിയും തുടർന്നുള്ള വീഡിയോകൾ ആവശ്യമുള്ളവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈ കുരുകളെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. അത് 4 പച്ചമുളക്, ഒരു ഉണ്ട വെളുത്തുള്ളി, ഒരു 50 ഗ്രാം ഇഞ്ചി, അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി അത് വൃത്തിയായിട്ട് കഴുകി വൃത്തിയായി അരിഞ്ഞെടുക്കാം. അതിന് കൂടെ നമുക്ക് ഒരു 100 ഗ്രാം പുളി വെള്ളത്തിലിടണം. 3 ഗ്ലാസ് വെള്ളത്തിലാണ് പുളി വെള്ളത്തിലിടേണ്ടത്. അതിന് ശേഷം ചട്ടി നമുക്ക് അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം ഒരു 100 ഗ്രാം നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. ആ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കി ഒന്ന് വാടിയതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുക. കൂടുതലിട്ട് കൊടുക്കരുത്, അതിനനുസരിച്ച് ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും. അതിൻ്റെ കൂടെ ഒരു സ്പൂണ് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുക. ഉലുവ പൊടിച്ചതുള്ളവർക്ക് അതിട്ട് കൊടുക്കാം. ഞാൻ പൊടിച്ചതിൻ്റെ അടുത്ത് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഉലുവ ഇട്ട് കൊടുത്തത്. 2 ഇട്ടാലും കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കാം. അതിട്ട് ഒന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആദ്യം അരിഞ്ഞ് വെച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ടതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കണം. നന്നായി ഒന്ന് വാട്ടി എടുക്കുമ്പോഴേ അതിലേക്ക് അതിൻ്റെ സ്മെല്ലൊക്കെ പിടിക്കുകയുള്ളൂ. അതിൻ്റെ ടേസ്റ്റ് കൃത്യമായി കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യണം. ഇനി അതിലേക്ക് ഒരു 3 ഇല്ലി കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 5 ടീസ്പൂണാണ്, 5 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം അതിലേക്ക് നമ്മൾ ആദ്യം വൃത്തിയാക്കി വെച്ച കാരക്ക അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കാരക്ക ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കാരക്ക ഉണ്ട പിടിച്ച് പോകുന്നതാണ്. നന്നായിട്ട് എല്ലാ മുളകും എല്ലാം അതിലേക്ക് ചേരുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആവണം. നന്നായി മിക്സായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു 2 അണി ശർക്കര ഇട്ട് കൊടുക്കുക. അത് അതിൽ കിടന്ന് ഉരുകിക്കോളും. അത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അത് ശർക്കര അടിയിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അത് ഇട്ടതിന് ശേഷം നമ്മൾ ആദ്യം പിഴിഞ്ഞ് വെച്ച വെള്ളത്തിലിട്ട് പുളിയില്ലേ, അതാദ്യം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് അച്ചാറും പൊടി ഇട്ട് കൊടുക്കാം. അച്ചാറും പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ചെറിയ പീസ് LG കായത്തിൻ്റെ ഒരു ചെറിയ പീസ് ഇട്ട് കൊടുക്കുക. പിന്നെ 2 സ്പൂണ് കുരുമുളകും പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ കാരക്ക അതിൽ പിടിച്ച് കിടക്കുന്നതാണ്, ഉണ്ടയായി പോവും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി അതിലേക്ക് നല്ല യോജിപ്പിച്ച് കൊടുക്കുക. എവിടെ ഉണ്ട പിടിച്ച് കിടക്കാനൊന്നും പാടില്ല. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ചെറു തീയിൽ വെച്ച് കൊടുക്കുക. ഗ്യാസിലാണെങ്കിൽ സിമ്മിലിടാം, അടുപ്പിലാണെന്നുണ്ടെങ്കിൽ തീ കത്തിക്കരുത്, കണലിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഈ ചാനലിൽ കൃത്യമായ അളവിൽ തന്നെയാണ് എല്ലാ വീഡിയോയും ഇടുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ കൂടെ കൂടിക്കോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തത്. നിങ്ങൾ എങ്ങനെയാണോ ഉപ്പ് നിങ്ങൾ പാകം നോക്കി ഇട്ട് കൊടുക്കുക. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇടാം. എപ്പോഴും അച്ചാറിൽ ഒരു ലേശം മുന്നിൽ നിൽക്കണം ഉപ്പ്, എന്നാലേ അത് കുറച്ച് കഴിയുമ്പോൾ ഉപ്പ് പാകത്തിനായി വരുള്ളൂ. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. നന്നായി തിളച്ചതിന് ശേഷം ഗ്യാസ് ഓഫാക്കിയിട്ട് അതിലേക്ക് ഒരു 100 ഗ്രാം സുർക്ക ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി ഉപ്പൊക്കെ പാകം നോക്കി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.
അപ്പോൾ അടിപൊളി കാരക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.